കൊൽക്കത്ത തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. തുടർച്ചയായിട്ടുള്ള 6 മത്സരങ്ങളൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ലക്നൗ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഉം. കൊൽക്കത്ത ആ ഒരു ഏറ്റവും അവസാനക്കാരായി മാറാത്തത് എന്ന് പറഞ്ഞത്. ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് അവർ അവസാനത്തെ 7 മത്സരം കളിക്കുന്നു. അതിൽ 6 മത്സരം വിജയിക്കുന്നു. പ്ലേ ഓഫിലേക്ക് ഒരു സാധ്യതകളിലേക്ക് എത്തുന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം അവർ പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരു സാധ്യതയും കൽപ്പിക്കാത്ത, പലപ്പോഴും നമ്മൾ കരുതാത്തൊരു ടീം തന്നെയായിരുന്നു കൊൽക്കത്തയും. അതോടൊപ്പം തന്നെ ലക്നൗവിനെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ആ സമയത്ത് മറ്റു ടീമുകളൊക്കെ വലിയ പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ് കിങ്സ് തുടർച്ചയായിട്ട് മത്സരങ്ങൾ വിജയിക്കുന്ന സാഹചര്യം. അതേ സമയത്ത് 6 മത്സരങ്ങൾ തുടർച്ചയായിട്ട് തോൽക്കുന്ന കൊൽക്കത്ത. ഇങ്ങനെയൊക്കെയുള്ളൊരു സമവാക്യങ്ങളിൽ നിന്ന് മത്സരം പിന്നീട് അതിൻ്റെ പോരി മുറുകുന്ന സമയത്തേക്ക് ആ മത്സരം പോകുന്നത് പിന്നീട് മറ്റൊരു തലത്തിലാണ്. അതായത് പഞ്ചാബ് കിങ്സിന് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത വളരെയധികം കുറഞ്ഞ്, എന്നാൽ കൊൽക്കത്ത ഒരു ഘട്ടത്തിലും പ്ലേ ഓഫ് സാധ്യത ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ പ്ലേ ഓഫിലേക്ക് കടക്കുന്ന ഒരു ഏപ്രിൽ 25 കണക്കും മെയ് 21 കണക്കും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് 13 പോയിന്റ് ആയിരുന്നു പഞ്ചാബിനുണ്ടായിരുന്നത് ഏപ്രിൽ 25. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസമായി പഞ്ചാബ് അതേ 13 തന്നെ നിൽക്കുകയാണ്. കൊൽക്കത്ത 2 പോയിന്റിൽ നിന്ന് 13 എത്തിക്കുകയാണ്. ആ രണ്ട് ടീമുകളുടെ ഒരു മാറ്റം നോക്കുകയാണല്ലേ ശരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കൊൽക്കത്ത ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. IPL ഒരുപക്ഷെ പ്ലേ ഓഫിലേക്ക് ഇനിയിപ്പോൾ ഒരു സാധ്യത വർദ്ധിക്കുന്നു. അത് ചെന്നൈക്കുള്ള സാധ്യത അവസാനിക്കുന്നു എന്നുള്ളതും, കൊൽക്കത്ത ആ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതും, പഞ്ചാബിന് ഇതൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ളതും, രാജസ്ഥാൻ ഇനി ഒരു മത്സരം വിജയിച്ചാൽ ഇനി പേടിക്കാനൊന്നുമില്ല. കാരണം എല്ലാ ടീമുകളും 13 മത്സരം പൂർത്തിയാക്കി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ 13 മത്സരം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്തൊരു മത്സരം രാജസ്ഥാനും മുംബൈയും തമ്മിലുള്ളതാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും രാജസ്ഥാൻ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാന് പ്ലേ ഓഫിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇനി അവിടെ ഉള്ളത് അവർക്ക് തോൽവിയാണ് എന്നുണ്ടെങ്കിലാണ് ഇനി അതുപോലെ തന്നെ പഞ്ചാബിനും കൊൽക്കത്തക്കുമുള്ള സാധ്യത നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. കാരണം ഈ രണ്ട് ടീമുകളും 13 പോയിന്റുകളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ രണ്ട് ടീമുകളാണ് സമനില അതായത് മത്സരം ഉപേക്ഷിച്ചത് കാരണം ഓരോ പോയിന്റ് വീതം ഒരു മത്സരത്തിൽ നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു മത്സരത്തിൽ ഒരുപക്ഷെ അന്ന് പഞ്ചാബോ അല്ലെങ്കിൽ കൊൽക്കത്തയോ ജയിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് കളി പോകുന്നത് എന്നുള്ളതാണ് പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്.